നമുക്ക് ഇത്തവണത്തെ ഓച്ചിറ വെച്ച് തിന്നത് പോയി വരാം. എല്ലാ വർഷവും മിനിമം ഒരു 4-5 ദിവസമെങ്കിലും പോവാറുള്ള ഞാൻ ഇത്തവണ എനിക്ക് തീരെ പോകാൻ പറ്റിയിട്ടില്ല. ആകെപ്പാടെ ഒരു ദിവസമാണ് ഞാൻ പോയത്. അപ്പം ആ പോയ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. പോയതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വൃശ്ചികത്തിന് പോകുന്നതിന് മെയിൻ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടകളിലൊക്കെ കയറിയിട്ട് ചുമ്മാ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കാനായിട്ടാണ്. പണ്ട് 10 രൂപ കട, 20 രൂപ കട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അയാളുടെ കാലമല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഹോട്ട് വീൽസിൻ്റെ പ്രാന്തളകി നിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപാട് കാറിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നക്ഷത്രവനം കണ്ടത്. ഈ നക്ഷത്രവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളുകാർക്ക് ഓരോരോ വൃക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ നാളുകാർക്കുള്ള ഓരോ വൃക്ഷങ്ങളും അവിടെ വളർത്തുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് കഴിഞ്ഞ് കുറച്ച് കടകളിലൊക്കെ കയറി ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ നോക്കി ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പതുക്കെ ഞങ്ങൾ റൈഡ്സിൻ്റെ ഏരിയയിലേക്ക് പോയി. എല്ലാ വർഷവും ഓച്ചിറ വൃശ്ചികത്തിന് ഒരു ജൈൻറ്റ് വീലേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ 2 ജൈൻറ്റ് വീലുണ്ട്. 2 ജൈൻറ്റ് വീലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബോട്ടുണ്ട്, അതുപോലെ ഡാൻസിങ് കാർ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഒരു എൻജോയ്മെൻ്റ് ഉള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഈ മരണക്കടലിൽ കയറിയെന്ന് കാണുക എന്ന് പറയുന്നത്. ഇത്ര നാളെ സമ്മതിക്കാതിരുന്ന അമ്മ ഇത്തവണ അങ്ങോട്ട് സമ്മതിച്ചു. 80 രൂപ ടിക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.